നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിഷേധം പ്രതിഷേധം വ്യാപാരികളുടെ പ്രതിഷേധം. യാതൊരുവിധ പ്രവർത്തനവും മുന്നോട്ട് പോയിട്ടില്ല. സാങ്കേതികമായി പല കാരണങ്ങളും പറയാനുണ്ട് എങ്കിൽ പോലും അതിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, ഉപജീവനം മുട്ടി നിൽക്കുന്ന, വരുമാനത്തിൽ ഗണ്യമായ നഷ്ടം സംഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. മലമ്പുഴ ഉദ്യാനം അനിശ്ചിതമായി അടച്ചിടുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ധർണ നടത്തി. അടച്ചിട്ടിരിക്കുന്ന മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണ പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കുക, ഗാർഡൻ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുക എന്നീ ആവശ്യങ്ങളുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലമ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മലമ്പുഴ ഗാർഡന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വ്യാപാരികളും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും പങ്കെടുത്ത പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CV ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് U ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CP സക്രിയ, നിയോജകമണ്ഡലം ഭാരവാഹികളായ TK നന്ദകുമാർ, KC വിജയകുമാർ, M കുപ്പുരാജ്, മലമ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് P ഗോപാലൻ, സെക്രട്ടറി സന്തോഷ് മലമ്പുഴ, M സുലൈമാൻ, ഷാൻഡി ടോമി, M അബ്ദുൾ സലീം, A ആറുമുഖൻ, യൂണിറ്റ് സെക്രട്ടറി R ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. ഉദ്യാനം അടച്ചിടുന്നത് മൂലം ഒട്ടേറെ വിനോദസഞ്ചാരികളും പരിസരത്തെ വ്യാപാരികളുമാണ് ഏറെ കഷ്ടപ്പെടുന്നത്. ലോണെടുത്ത് കച്ചവടം തുടങ്ങിയ വ്യാപാരികൾ ഇന്ന് ജപ്തിയുടെ വക്കിലാണെന്ന് സമരക്കാർ അറിയിച്ചു. ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം അടച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ കട നടത്തുന്നുണ്ടാവും. അതൊക്കെ വലിയ നഷ്ടത്തിലായിരുന്നു. തീർച്ചയായിട്ടും വലിയ നഷ്ടത്തിലാണ്. വലിയ കടവും കള്ളിയെല്ലാം വാങ്ങിയിട്ട് തന്നെയാണ് ഓരോ വർഷത്തിൽ നിലനിൽക്കാൻ വേണ്ടി മത്സര സ്വഭാവത്തിലുള്ള ലേലത്തിൽ കൂടെ എടുത്തിട്ട് കച്ചവടം നടത്തി ചെയ്യുക എന്നുള്ളതിൽ തന്നെ പൈസ കയ്യിലുണ്ടായിട്ടില്ല. കടവും കള്ളിയും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടാണ് കച്ചവടം പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ അനന്തമായി നേടുന്നതായിരുന്നു. സാങ്കേതികത്വം പറഞ്ഞ് നമുക്ക് വ്യസനം പുരോഗമനമൊക്കെ ആവശ്യമില്ല. വ്യസനം ഇതൊക്കെ റവന്യൂഷൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ അനന്തമായി നീണ്ട എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞിട്ട് ആളുകളെ വെല്ലുവിളിക്കുന്ന രീതിയിലാകുമ്പോഴേക്കും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു മുൻവിധിയും ഇല്ലാതെ, ഒരു നോട്ടീസും ഇല്ലാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇതിനകത്തുള്ള 10-15 സ്ഥാപനങ്ങൾ ഈ കടകളെല്ലാം അടഞ്ഞെടുക്കുക. ഇത്രയും ആളുകൾക്ക് ഒന്നുമായി പറയാം. എല്ലാം ഒരു വീട്ടിൽ കാറ്റി കെട്ടി വീട്ടിൽ കൊണ്ടിരിക്കുക, വീട്ടിൽ കൊണ്ട് കളിക്കുകയാണ്. ഈ സാധനങ്ങൾ, ഫാൻസി സാധനങ്ങൾ, അതുപോലെ ഭക്ഷണം, ഹോട്ടൽ ഹോട്ടൽ നടത്തുന്ന ആളുകൾ ഇത്തരം ആളുകൾ ഒറ്റയടിക്ക് അടച്ചു വിടുന്ന ഒരു അവസ്ഥ വന്നു. മാത്രമല്ല ഇതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു പകരം വ്യവസ്ഥ ചെയ്യാനുള്ള ഒരു നീക്കവും നടത്താതെ, ഒരു കൂടിയാലോചന നടക്കാതെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര സമയം എന്ന് പോലും പറയാതെ അടച്ച് പെട്ടെന്ന് അടച്ചിട്ട് അതുണ്ടാക്കിയ ഡാമേജ് ഉണ്ടല്ല വ്യാപാരികൾ. കച്ചവടക്കാരല്ലാത്തവരും ഒരു ജീവിത മാർഗവും കൂടെ കാണുന്ന ഒരു സ്ഥലമാണ്. വളരെ ഈ ആദിവാസി മേഖലകളിൽ കൂടെ പോകുമ്പോൾ അവർ ചെറിയൊരു പെട്ടിക്കടയിട്ടോട്ട് ജീവിക്കുന്ന ഒരു ഇതായി മലമ്പുഴ കണ്ടുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതം. ഈ കാണുന്ന ഇവിടെ ആ ക്ലോക്ക് റൂം ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്, പണി പൂർത്തീകരിച്ചില്ല, ചുറ്റും വിണ്ട് കിടക്കുന്നത്. ഈ മതിലാണെങ്കിൽ നിങ്ങളൊന്ന് വന്നോളും കാണിച്ചു തരാം. വിണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 25 കോടി എന്തോണ് ഇതിൻ്റെ ഒരു തട്ടിപ്പ്. അപ്പം അത്തരം രീതിയിലല്ലാതെ ഡാമിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിക്ക് നടത്തണം. ഇവിടെ ഉണ്ടാകുന്നവർക്ക് മാത്രമല്ല, ഈ ബസ്സുകാരുടെ കാര്യം നോക്കിക്കോളൂ, ഈ ഓട്ടോക്കാരുടെ കാര്യം നോക്കിക്കോളൂ. ഇതുകളെല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സ്ഥലം വിടുകയാണ്. ഞാനും ഇവിടുത്തെ ഒരു ചെറിയ കടക്കാരനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ജനങ്ങൾ വന്നാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ടുള്ള സ്ഥലത്ത് ഒരു ക്ലോക്ക് റൂം വരുന്നുണ്ട്. ഈ ക്ലോക്ക് റൂം ഒരു 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിറഞ്ഞു കവിഞ്ഞ് ആ വെള്ളം പോകുന്നത് കുടിവെള്ളത്തേക്കാണ്. ഈ കുടിവെള്ളത്തേക്ക് പോകുമ്പോഴും ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കിത് കാര്യമായിട്ട് അറിയില്ല പറഞ്ഞ് കൈമലത്തുന്ന കലക്ടറിൻ്റെ ആയാലും ശരി, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയാലും DTPസിൻ്റെ ആയാലും ശരി, ഇവരെല്ലാം കത്ത് തന്നത് കയ്യിലുണ്ട്, ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരത്തും തരുന്നതാണ്. ഇപ്പോൾ പണി പൂർത്തിയാകാത്തതിന് ഞങ്ങൾ ബില്ല് എഴുതുന്നു. ആ കടലാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നത്തെ ഈ സമരത്തോടൊക്കെ അവസാനിക്കേണ്ട. ഇവിടുത്തെ ഈ സാധനം മലമ്പുഴ വികസനം കാമറാജ്, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമറാജ് ആണിത് ഞമ്മൾക്ക് വേണ്ടി ദാനം തന്നിരിക്കുന്നത്.
തമിഴ്നാട്ടിലെ അത്തരം രീതിയിൽ ഈ ഒരു സാധനം നിലനിൽക്കണം. ഇവിടെയുള്ളവർക്കും ടൗണിലായാലും ആർക്കായാലും ജീവിക്കും. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.